ഹായ് ഹലോ. ഇന്നത്തെ കാലത്ത് മേക്കപ്പ് പ്രോഡക്റ്റ്സൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ വളരെ കൂടുതലാണല്ലോ. അപ്പം ഞാനും വിചാരിച്ചു ഒന്ന് മേക്കപ്പ് ചെയ്ത് അടിപൊളിയാവാം എന്നുള്ളത്. അങ്ങനെ ഞാൻ മീഷോയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വെറും 100 രൂപ ആയതുകൊണ്ടാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ്, വേറൊന്നുമല്ല, ലിപ്സ്റ്റിക്. അപ്പോൾ 10 ഷെയ്ഡിൽ വരുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പാക്കറ്റാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 100 രൂപയായിട്ടുണ്ടായിരുന്നുള്ളൂ. ഓർഡർ ചെയ്യുമ്പോൾ ആപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും നോ റിട്ടേൺസ് ആണ് എന്നുള്ളത്. എക്സ്ചേഞ്ച് ചെയ്യാൻ മാത്രമേ കഴിയത്തുള്ളൂ, അതും ഒരു വട്ടം മാത്രം. അങ്ങനെയാണ് നമ്മുടെ ആപ്പിൽ കൊടുത്തിരിക്കുന്ന അപ്ഡേറ്റ്സ് ഒക്കെ. ഓക്കെ, അപ്പം നമ്മൾ ഈ സാധനം ഓപ്പൺ ചെയ്തു. ഈ ഒരു കവറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു കവറിലും ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ബോക്സാണ് കേട്ടോ. അപ്പം പാക്കിംഗ് ഒക്കെ അടിപൊളി, ഒരു രക്ഷയില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള പാക്കിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതായത് ആ പാക്കിങ്ങിൻ്റെ ബോക്സാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ, കവറല്ല. അപ്പം അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്തു. ഇതാണ് ആ സാധനം, 10 എണ്ണം. ഓക്കെ, അപ്പം ഞാൻ 10 ഷെയ്ഡും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്തു. ആദ്യം തന്നെ റെഡ് തന്നെ എടുത്തൊന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഓപ്പൺ ചെയ്തു. എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്യാൻ നോക്കിയപ്പോഴാണ് അമളി പറ്റി. എന്താ സംഭവം? കൂടിൻ്റെ ഉള്ളിൽ സാധനം ഇല്ല. നോക്കിയപ്പോൾ അതിൻ്റെ കവറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. അങ്ങനെ പിന്നെ അതിനെ തട്ടിക്കുടഞ്ഞ് ഞാനിതാ അതിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ എന്താ പറയുക, അടിപൊളി. എൻ്റെ കളറിലാണെങ്കിൽ പുറത്തേക്ക് കാണാനേ കഴിയുന്നില്ല. അതായിരുന്നു അവസ്ഥ. അപ്പോഴതാ മോൻ ഓടി വന്നിട്ട് അമ്മ എനിക്ക് ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അവൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാമെന്ന്. കാര്യം ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ ഐലൈനർ എഴുതിയാലും ലിപ്സ്റ്റിക്ക് ഇട്ടാലും അപ്പോൾ ഓടി വന്നിട്ട് എനിക്കും വേണം അമ്മേ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് എൻ്റെ മോൻ. അപ്പം ഞാൻ വിചാരിച്ചു അവൻ്റെ കയ്യിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം എന്നുള്ളത്. അതെ, എല്ലാത്തിലും അങ്ങനെ തന്നെയാണോ നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിലും ആ ഒരു പണി കിട്ടി. എന്താ ചെയ്യുക അല്ലേ? എന്തായാലും റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ എക്സ്ചേഞ്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇത് കൊടുത്തിട്ട് തിരിച്ചു വരുന്നത് ഇതിലും മോശപ്പെട്ട സാധനമാണെങ്കിലും, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാൻ നിന്നിട്ടില്ല. അപ്പം ഞാൻ വീണ്ടും അത് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇതിലെ എല്ലാ പാക്കറ്റിൻ്റെ അവസ്ഥ ഒരുപോലെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് തട്ടിയും മുട്ടിയും തട്ടിക്കുടഞ്ഞൊക്കെ ഇട്ട് അതിനെ ഒന്ന് സെറ്റാക്കിയിട്ട് മോൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈവനിങ് ടൈമിൽ റൂമിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഷെയ്ഡാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ശരിക്കും ഈ ഷെയ്ഡെല്ലാം കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ക്യാമറേൻ്റെ ചെറിയൊരു വേരിയേഷനും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ് കേട്ടോ. കറക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഇതിനെക്കാട്ടി കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത് ശരിക്കും. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കുക. ഇതുപോലെ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.